ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുടപ്പുളി എങ്ങനെ ഇതുപോലെ പുകയത്തിട്ട് ഉണക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഒരു കുടപ്പുളി ഉണ്ട്. അപ്പോൾ അതുമെന്ന് നമുക്ക് പുളി ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിപ്പോൾ ഈ വർഷത്തെ പുകയിടൽ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കുടപ്പുളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ് കുടപ്പുളി. എന്നാൽ നമുക്ക് ഒരു അമിതമായി ഉപയോഗിക്കാനും പറ്റില്ലാത്തൊരു പുളിയാണ് ഇത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് കടിച്ച് തിന്നാൻ തോന്നും. പക്ഷേ പുളിയാണ്, ഭയങ്കര പുളിയാണ്. അപ്പം ഇത് ഞാനിപ്പോൾ പുളിയുമ്പോൾ തന്നെ നിൽക്കുമ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ മരത്തുമ്മയുള്ള ഉറുമ്പൊക്കെ അത് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തായാലും കഴിക്കാനൊന്നും പറ്റില്ല, അത്രയും പുളിയാണ്. ഇതിന്ന് നമ്മുടെ ശരീരത്തിന് നല്ല എന്താ പറയുക, ആർത്തവ സംബന്ധമായ വയറുവേദന, ആ വയറുവേദനയ്ക്ക് നമ്മളിത് നന്നായി ഉണക്കിയത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ വയറുവേദന കുറയാൻ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദഹനം ശരിയാവാതെ വയറിനൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ പുളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും നമ്മൾക്ക് സുഖം കിട്ടും, നല്ലതാണ്. പിന്നെ ഇതുപോലെ നമ്മുടെ കരളിനെ കുറച്ചുകൂടെ നല്ലതാണ്, ക്ലിയർ ആവാനൊക്കെ നല്ലതാണിത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ കറികളിലാണിത് നന്നായിട്ട് എന്താ പറയുക, മീൻ കറികളിൽ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നായി ഉപയോഗിക്കുന്നതാണിത്. അപ്പോൾ ഞാൻ ഇത് പറിച്ചെടുക്കാം. ഇത് പറിച്ചെടുത്തിട്ട് എങ്ങനെയാണ് ഇത് പുകയിടുന്നത് എന്നുള്ളതാണെന്ന് പറഞ്ഞുതരാൻ പോണത്. ഞാനത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ലാതെ തന്നെ നമുക്കിത് താഴേക്ക് വീഴും. ഇതിപ്പോൾ എനിക്ക് കൈയെത്തുന്നതുകൊണ്ട് ഞാനത് പറിച്ചെടുത്തതന്നേ ഉള്ളൂ. അത് ഒന്ന് പഴുത്ത് കഴിയുമ്പോൾ സാധാരണ അത് പുളിമരത്തിന് താഴെ ഒരുപാട് വീണിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. ഇതിപ്പോൾ എനിക്ക് സൗകര്യം ഉള്ളതുകൊണ്ട് പറിച്ചെടുത്തു. അപ്പോൾ ഇതിന് നമ്മൾ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പാടില്ല എന്നാണ് പറയണത്. കാരണം ഇതൊരു കയ്പ്പ് വരും കത്തി ഉപയോഗിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഇരുമ്പ് ഇതിലേക്ക് യോജിപ്പിക്കരുതെന്നാണ് പറയുക. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കുരു കണ്ടല്ലോ, ഈ കുരു നമുക്ക് ഏകദേശം നല്ല ഇതിൽ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. ഇതിന് പുളിയുടെ അത്രയ്ക്ക് തന്നെ പുളി ഉണ്ടാവില്ല. ആ ഒരു കുരു കഴിക്കാനായിട്ട് കുറച്ച് നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ പല്ലുകളിലേക്ക് ഒരു മഞ്ഞ കളറ് നമുക്കതിൽ കാണാറുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഞാൻ കഴിക്കാറില്ല. അങ്ങനെ കുരു കഴിക്കുന്നവരുണ്ട്, ഇഷ്ടമുള്ളവരുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. അത് കഴിഞ്ഞ് നമ്മളിത് തൊലി എടുത്തിട്ട് കുരു കളഞ്ഞ് എടുക്കുകയാണ്. അതിന് ശേഷമാണ് ഇത് നമ്മൾ പുകയത്ത് ഇടാറ്. ഇതിപ്പോൾ പറിച്ചെടുത്തതായതുകൊണ്ട് വെള്ളമൊന്നുമില്ല. എന്നാലും നമ്മളത് കമഴ്ത്തി വയ്ക്കുന്നതാണ് നല്ലത്. കമഴ്ത്തി വയ്ക്കുമ്പോൾ ഉള്ളിലുള്ള വെള്ളം കുറച്ചൊക്കെ പോയി കിട്ടും. അപ്പോൾ അത് നമ്മൾ പുകയത്ത് ഇടണ വരെ നമുക്ക് കുറച്ച് നേരം ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതിന് ശേഷം ഇതിന് നമുക്ക് പുകയത്ത് തന്നെ കൊണ്ടിടുന്നത് കാണിച്ചു തരാം. ഇതാണ് നമ്മളിങ്ങനെ കമഴ്ത്തി വെക്കുന്നത്. കമഴ്ത്തി വെക്കുമ്പോൾ അതിലുണ്ടായിരുന്ന കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ കുരു എടുത്ത് കഴിയുമ്പോഴുള്ള വെള്ളത്തിനൊക്കെ ഒന്ന് കളയാൻ സാധിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ നമുക്കിത് പുകയത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഇട്ടത് അതിൽ ഉണ്ട്. അത് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ അത് പുക കൊള്ളിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ അല്ലാതെ തന്നെ പുളിയുടെ ചോട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇടാൻ നമുക്ക് ഒരു പക്ഷേ സ്ഥലക്കുറവുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒതുക്കി മാറ്റി വെക്കണം, അറേഞ്ച് ചെയ്ത് വെക്കണം. നന്നായി പുക കിട്ടണ സ്ഥലം നോക്കിയിട്ട് എല്ലാതും വെക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഞാൻ ഈ ചിമ്മിണിയുള്ള അടുപ്പാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ നെറ്റ് കെട്ടിയിട്ട് അതിലേക്ക് ആണ് പരത്തി വെച്ചിരിക്കുന്നത്.
പുതിയ വീടൊക്കെ ആണെങ്കിൽ ആരും സമ്മതിക്കൊന്നുമില്ല. എൻ്റെ വീടിപ്പോൾ ഒരു 10-12 വർഷമായിട്ടുള്ള അടുപ്പാണ്. ഏകദേശം അത് കേടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാനത് പുകയ്ക്കണത്. അപ്പോൾ നന്നായി പുകയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇവിടെ അടുത്ത് തന്നെ ഒരു മില്ലുണ്ട് മരത്തിൻ്റെ. അവിടെ നിന്ന് അറക്കപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരം അറക്കണ പൊടി കൊണ്ടുവരും. അതിങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പുക ഉണ്ടാവും. നമുക്ക് വേറെ അതിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഒരു ചാക്ക് വാങ്ങുമ്പോൾ നമുക്ക് 20 രൂപയുടെ അടുത്ത് വരണുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നാളത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മാത്രമല്ല നമുക്ക് ബുദ്ധിമുട്ട് കുറവാണ്. ഇതായിരിക്കുമ്പോൾ പുകയ്ക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇതാകുമ്പോൾ നന്നായി പുകയും ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്കത് ഉണങ്ങി കിട്ടും. പിന്നെ എന്നെ സംബന്ധിച്ച് അത് പുകയത്തിട്ട് പിന്നെ അത് നമ്മൾ തിരിഞ്ഞ് നോക്കേണ്ടി വരുന്നില്ല. ഇടയ്ക്കൊന്ന് പോയി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക, അത്രയൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മളെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ചിലപ്പോൾ കത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി അടുപ്പിൻ്റെ അടുത്ത് വേറെ ഒന്നും വെക്കാതിരിക്കുക. ഒരു കത്തിപ്പിടുത്തം ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് വേറെ ഒന്നും വെക്കാതിരിക്കുക. അപ്പോൾ പിന്നെ അത് കത്തി അവസാനിക്കുകയുള്ളൂ. ഇതുപോലെ പിന്നെ നമുക്കതിലേക്ക് തട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പുക ആയി മാറിക്കോളും. അങ്ങനെ നമുക്കിതിന് നന്നായി പുകച്ചെടുക്കാം. കുറച്ച് ദിവസം ഒരാഴ്ചയൊക്കെ പുകയുമ്പോൾ തന്നെ കുറച്ചൊക്കെ കളറ് മാറി ഏകദേശം ഇതേ രൂപത്തിലേക്ക് വരും. നമ്മളത് അങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ബലം ഉണ്ടായിരിക്കും. മാത്രമല്ല നമ്മളിതിനെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ കൂട്ടി നന്നായി തിരുമ്മി എടുക്കണം. കൈകൊണ്ട് ഇങ്ങനെ നന്നായി തിരുമ്മി എടുത്തിട്ട് അത് നമ്മൾ ഒരു 2 ദിവസം 2-3 ദിവസം നല്ല വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ഈ ബലമൊന്നും ഉണ്ടാവില്ല. നമുക്കത് സുഖമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. എത്ര നാൾ വേണമെങ്കിൽ നമ്മളിത് ഒരു ടിന്നിലാക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. ഇതുപോലെ പലരും ഇത് വാങ്ങി നമ്മൾ ഗൾഫിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ കൊടുത്തയക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഒരു 2 വർഷം വരെ സുഖമായിട്ടിരിക്കും. ഒരു കുഴപ്പമില്ലാതിരിക്കും. ഒന്ന് വെയിൽ നന്നായി കൊള്ളിക്കണം ലാസ്റ്റ് വെളിച്ചെണ്ണ ഉപ്പും തേച്ചിട്ട്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിലുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല വിലയൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ അത് കാരണം വെറുതെ കളയാതിരിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഇതിന് അടിയിൽ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.